കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു കമൻറ്റ് കണ്ടു. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കമൻറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു മറുപടി ആയിട്ടാണ് ഈ ഒരു കണ്ടൻറ്റ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന ചോദ്യം എന്ന് പറയുന്നത്, ഇൻഷുറൻസ് ഫ്രോഡിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ക്ലയൻ്റാണ് അദ്ദേഹം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് മൂവിങ് ഫർദർ അദ്ദേഹം ചെയ്യേണ്ടത്, ഏത് ഗവൺമെൻറ്റൽ ബോഡീനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് എന്നാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തെന്ന് ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ കണ്ടത്. അപ്പോൾ പ്രൊസീജിയേഴ്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആരെങ്കിലും പറ്റിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നോ മാറ്റർ വാട്ട്, നിങ്ങളൊരു റൈറ്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു സൂ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അതൊരു ഏജൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകാം. അപ്പോൾ ഇവിടെ നിങ്ങൾ സൈലൻ്റ് ആയിരിക്കാതെ നിങ്ങൾ എന്താണ് അതിൻ്റെ നെക്സ്റ്റ് പോം വഴി എന്നുള്ളത് ചിന്തിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ഇത് ലീഗലി മൂവ് ചെയ്യാനാണ് നല്ലത്. ഇപ്പോൾ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണെങ്കിൽ, ഇപ്പോൾ അതിൽ ലൈഫ് ഇൻഷുറൻസ് ആണെങ്കിൽ അതിൻ്റെ ബോഡിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഒരു ലൈഫ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻക്വയറിയാണ് ഞാൻ അവിടെ കണ്ടത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏത് റെഗുലേറ്ററി ബോഡിയിലാണോ ഈ പറയുന്ന ക്ലയൻറ്റ് നിങ്ങൾ ബിലോങ് ചെയ്യുന്നത് എന്ന് നോക്കുക. ആ റെഗുലേറ്ററി ബോഡിയിൽ ഇൻഷുറൻസ് ഏജൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിൽ പോവുക. അവിടെ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പോൾ ഞാൻ ഒണ്ടാരിയോയിലെ ഒരു ചെറിയ സിനാരിയോ വെച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒണ്ടാരിയോയിലെ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് FSRA ആണ്, ഫിനാൻഷ്യൽ റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഒണ്ടാരിയോ. അപ്പം വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അതിൽ ഏജൻറ്റ് ലയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ തീർച്ചയായിട്ടും ലയബിൾ ആയിരിക്കും നിങ്ങൾക്കൊരു ഫോൾസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൈമാറിയതിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉള്ളവർ നിങ്ങൾ പ്രോപ്പറായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, ഓരോ പ്രൊവിൻസസിനും ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഒണ്ടാരിയോയുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ FSRA എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് കാണാനായിട്ട് സാധിക്കും, ഫിനാൻഷ്യൽ സർവീസ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഒണ്ടാരിയോ. അപ്പോൾ അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. തൊട്ട് മുകളിൽ കംപ്ലയിൻ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ കംപ്ലയിൻറ്റ് നിങ്ങൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അവരതിൻ്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങൾ ഇതിനുള്ളിൽ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ആണ് നിങ്ങളെങ്കിൽ അതിൻ്റെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് റിലേറ്റഡ് ബോഡീസിലാണ് നിങ്ങൾ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലൈഫ് ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അതിൻ്റെ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് പോവുക. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു കാര്യം ഇവിടെ ഇവർ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫൈൻഡ് യുവർ ഇൻഷുറൻസ് കമ്പനീസ് കംപ്ലയിൻറ്റ് ഓഫീസർ. അപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തൊട്ട് താഴെ ഒരു ക്ലെയിം ഫോം ഉണ്ട്. ഈ ക്ലെയിം ഫോം കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്തതിന് ശേഷം, ഇതാണ് ഈ പറയുന്ന ക്ലെയിം ഫോം എന്ന് പറയുന്നത്. ഈ ഒരു ക്ലെയിം ഫോം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ കൊടുക്കുക, എന്താണ് സംഭവിച്ചതെന്നുള്ള സിറ്റുവേഷൻസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന കംപ്ലയിൻറ്റ് ഡീറ്റെയിൽസുകൾ കൊടുക്കുക, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് നോക്കുക, എന്താണ് നിങ്ങളിതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം, ലീഗൽ ആക്ഷൻ എടുക്കേണ്ടതുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനുള്ളിൽ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേരും ഡീറ്റെയിൽസുകളും ഏജൻറ്റിൻ്റെ ഡീറ്റെയിൽസും അവിടെ വയ്ക്കുക. ഇതാണ് ഈ ഒരു കംപ്ലയിനിങ്ങിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഏത് മെയിലിലായിട്ടൊക്കെയാണ് അയക്കേണ്ടതെന്നുള്ള ഒരു കാര്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ മെയിൽ അയക്കുമോ, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഇത്രയും ഒരു പ്രൊസീജിയറിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യം, കംപ്ലയിൻറ്റ് ഫോം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾക്ക് അവർ റെസ്പോണ്ടായിട്ട് എന്താണെന്നുള്ള കാര്യങ്ങൾ അവിടെ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടിയെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ താങ്ക് യു സോ മച്ച്. കൂടുതൽ കണ്ടൻറ്റുകൾക്കായിട്ട് നിങ്ങൾ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കൺസേൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരുന്നതായിരിക്കും. സോ താങ്ക് യു ഓൾ.